2 ദിവസമായി പനി തുടങ്ങിയിട്ട്. ഇവിടെ ബാക്കിയുള്ളവരില്ലെങ്കിൽ ഒരില മറിച്ചു വെക്കാൻ ആളില്ല. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം വീട്ടുപണി ചെയ്യാത്ത കെട്ടിയോന്മാരുണ്ടോ? ഇവിടെയാണെങ്കിൽ പറയാതിരിക്കുവോ ഭേദം. ഇങ്ങനൊരാളെ കിട്ടിയത് എൻ്റെ വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അച്ഛാ ഇതൊന്ന് പറഞ്ഞു തന്നെ. അച്ഛാ ഇതൊന്ന് പറഞ്ഞു തന്നെ. അച്ഛാ അമ്മ ഈ കണക്കൊന്ന് ചെയ്തു തരാവോ? അച്ഛനോട് പോയി ചോദിക്കേ. അമ്മ അച്ഛനൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ നോക്കിയിരിക്കുക. നീ പോയി അച്ഛനോട് ചോദിക്കേ. അമ്മേ വാ. 5 + 5 എത്രയാ? 10. ഇവിടെ എത്ര എഴുതണം? 0. 10 അല്ല 0 എഴുതണം. റിമൈൻ എത്ര വരും? 1 വരും. അത് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ? 9 + 6 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 15. ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? അമ്മയൊന്നും മനസ്സിലാവുന്നില്ല മോളെ. 5 + 5 എത്രയാ? 10. 10ന്റെ 0 ആദ്യം എഴുതണം. എന്നിട്ട് അതിന്റെ ശിഷ്ടം 1 ഇവിടെ എഴുതണം. അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലേ? നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോന്ന്? ഞാനതൊക്കെ മറന്നു. ഉവ്, എനിക്കറിയാം നിങ്ങൾ പലതും മറക്കും. നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്നെയും മോളെയും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് മറക്കാമല്ലോ. പ്ലീസ്. ഓ, ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക്. നിങ്ങളിപ്പോ ആരെയാ ഓർത്തോണ്ടിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാനും മോള് നിങ്ങൾക്ക് അധികപ്പറ്റാ. പ്ലീസ് ലീവ് മീ അലോൺ. വീട്ടിൽ വന്ന് കയറുമ്പോൾ മുതൽ തുടങ്ങും. എനിക്കൊരല്പം സ്വൈര്യം തരൂ. ഇപ്പൊ ഞാനായില്ലേ നിങ്ങൾക്ക് സ്വൈര്യക്കേട്? നിങ്ങൾ കണ്ടോളുമാരുടെ എല്ലാം വീട്ടിൽ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് സ്വൈര്യക്കേട്. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നാക്കിനെല്ലില്ലെന്ന് കരുതി എന്തും പറയാവുന്നതാണോ? നിന്നെപ്പോലുള്ള ഒരു വ്യക്തിയിലൂടെ ജീവിക്കുന്നതിനും ഭേദം പോയി മരിക്കുന്നതാ. നിങ്ങളുടെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയല്ലേ? ഞാനുള്ളതല്ലേ നിങ്ങൾക്ക് സ്വൈര്യക്കേട്? ഞാൻ തരാം നിങ്ങൾക്ക് സ്വൈര്യം, ഞാൻ തരാം. അമ്മേ തുറക്ക്. ഞാൻ കൊടുക്കാം സ്വൈര്യം. അമ്മേ തുറക്ക്, തുറക്ക്. അമ്മേ, അമ്മേ തുറക്ക്. അമ്മേ, ഞാൻ കൊടുക്കാം സ്വൈര്യം, ഞാൻ കൊടുക്കാം. മോളെ, അമ്മ എന്തി? അമ്മ സാരി എടുക്കുക. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇതെത്ര നേരമായി? ഒന്ന് പെട്ടെന്നാട്ട്. ദാ വരണ ഏട്ടാ. ഈ ഫ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കി താഴേട്ടാ. ശരിക്ക് പിടിക്കേട്ടാ. നിന്നെ കൊണ്ടൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് പന്തലും പൊളിക്കും. ഓ പിന്നെ. അയ്യേ, ഈ അച്ഛൻ ഒരു നാണമില്ല. എപ്പോ നോക്കിയാലും അമ്മയുടെ പുറകെയാ.
ഇനി അടുത്ത പ്രോബ്ലം ചെയ്തോ, ഞാനിപ്പോൾ വരാം. എന്തു പറ്റി? കുറച്ച് ദിവസം സാറിന് എന്താ ഒരു മൂഡ് ഓഫ്? ഞാൻ ഇന്നലെ ചോദിക്കണം എന്ന് വിചാരിച്ചത്. ഒന്നുമില്ല, ടീച്ചറിന് വെറുതെ തോന്നുന്നതാ. ടീച്ചറിന് ക്ലാസ് ഒന്നുമില്ലേ? ആ ഉണ്ട്, ഞാൻ ഇറങ്ങും. വെറുതെ ഒന്നുമല്ല, സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു തലവേദന. അയ്യോ, ബ്ലഡ് ഫേസില്. എന്തു പറ്റി? ഓ മൈ ഗോഡ്, എന്താ പറ്റിയേ? വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, ഓക്കേ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ, അതാ നല്ലത്. സാർ ഒന്നും പറയണ്ട, നമുക്ക് പോവാം. വാ. ഏയ്, ഡോക്ടർ സംശയമല്ലേ പറഞ്ഞത്? ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, അതായിരിക്കില്ല, എനിക്ക് ഉറപ്പാ. സംശയമല്ല, ശരിയാ. തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഞാൻ അറിയുന്ന ഈ അടുത്ത. വിദ്യക്ക് അറിയാമോ? ഇല്ല, അവളോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പറയാതിരുന്നാ? പോകുന്നിടത്തോളം പോട്ടെ, വെറുതെ അവളെ കൂടെ എന്തിനാ? ഇതറിഞ്ഞപ്പം മുതൽ ഐ എം ടോട്ടലി ഔട്ട് ഓഫ് മൈ മൈൻഡ്. എപ്പോഴും ചെവിക്കാത്തൊരു മൂടൽ പോലെ. ഐ കാൺ ഡു എനിത്തിങ്. എന്താ? എന്തു പറ്റി? ഇത് ചോര. ഇതെവിടെ? ഓ മൈ ഗോഡ്, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, ഓക്കേ സർ, വാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓക്കേ സർ, പതുക്കെ. യാ. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ടാബ്ലറ്റ്സ് ഉണ്ട്, അത് മതി.
ചേട്ടാ ഇന്നത്തെ ലോട്ടറി ചേട്ടാ. ചേട്ടാ ഒരു ലോട്ടറി എടുക്കേട്ടാ. 40 ലക്ഷം 50 വരും. 40 ലക്ഷം 50 വരും. ചേട്ടാ ഒരു ലോട്ടറി എടുക്കേട്ടാ. ഇന്നത്തെ ലോട്ടറി ചേട്ടാ. ചേട്ടാ എത്ര രൂപ ചുമ്മാ കളയാതെ. ഒരു ലോട്ടറി എടുക്കേട്ടാ. വിദ്യ വിദ്യ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് വിളിക്കുന്നതാ. എന്തൊരു പോക്കാ. ഞാൻ കുറച്ച് താമസിച്ചു. ഞാൻ ഓർത്തു നമ്മളിവിടെ വെച്ച് കാണാറില്ലല്ലോ എന്ന്. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കയറി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. വിശ്വനാഥൻ സാറ് ഡേസി ടീച്ചറിനോട് പറയുന്ന കേട്ടു വിദ്യക്ക് പനിയായിരുന്നെന്ന്. കുറഞ്ഞില്ലേ? കുറഞ്ഞതായിരുന്നു. ഓഫീസിലും വീട്ടിലും കൂടി പണിയാകുമ്പോൾ കൂടും. പനി കുറയുന്നിടം വരെ ലീവ് എടുത്തൂടായിരുന്നോ? ലീവെല്ലാം തീർന്നു ടീച്ചറെ. ഓഫീസിലാണെങ്കിൽ പോകാതിരിക്കാൻ കൂടി പറ്റില്ല. സാറ് സഹായിക്കില്ലേ? ഓ, അതൊക്കെ കണക്കാ. വിദ്യേനെ ഞാൻ എൻ്റെ അനിയത്തിയെ പോലെ കരുതുന്നത് കൊണ്ട് പറയുക. പക്ഷേ സാറതൊന്നും അറിയണ്ട. ചിലപ്പോൾ സാറ് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്താ ടീച്ചറെ? ഞാൻ പറയുന്നത് വിദ്യ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അറിഞ്ഞിട്ട് വിദ്യയോടത് പറയാതിരുന്നാൽ. എന്താ ടീച്ചറെ? എന്താണെങ്കിലും പറഞ്ഞു. സാറിനെക്കുറിച്ച് കോളേജിൽ ഇപ്പോൾ നല്ല അഭിപ്രായമല്ല. ഡേസി ടീച്ചറിനെയും സാറിനെയും ചേർത്ത് ചിലതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അവരെ 1-2 സ്ഥലങ്ങളിൽ വെച്ച് കാണാനിടയായി. ഈ ഡേസി ടീച്ചർ അത്ര നല്ല സ്ത്രീയൊന്നുമല്ല. ഞാൻ പറയുന്നത് വിദ്യ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അയ്യോ, സംസാരിച്ച് വഴി തീർന്ന് അറിഞ്ഞില്ല. പേടിക്കാനൊന്നുമില്ല. വിദ്യ ഒന്ന് സൂക്ഷിച്ചാൽ മതി. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് സാർ അറിയണ്ട. ശരി, എന്നാ പിന്നെ കാണാം. ആ, മോളെ അന്വേഷിച്ചെന്ന് പറയണം. ഹലോ. ഞാൻ പിന്നെ വിളിക്കാം. വിദ്യ എടുക്കലുണ്ട്. ആരാ ഏട്ടാ? റോങ് നമ്പർ. ഏട്ടാ, ഏട്ടനൊന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു? ഇല്ല. നാൻസി ചേച്ചി ഏട്ടനെയും ഡേസി ടീച്ചറെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. ആ, എനിക്കറിയില്ല. നീ പെട്ടെന്ന് ഭക്ഷണം എടുത്ത് വെക്കേ. നിന്റെ അച്ഛൻ ഇതുവരെ വന്നില്ലേടി? വെള്ളം കുടി. പേടിക്കാനൊന്നുമില്ല. ഇച്ചിരി വെള്ളം കുടി. ആ, ഞാൻ നോക്കുമ്പോ അവിടെ തലാറയും കിടക്കുന്നു. ആശുപത്രി വല്ലതും കൊണ്ടുപോകണം. എവിടെയുള്ള ആളാടാ? അറിയാമോ? എന്താ അറിയുന്നില്ലത്. അമ്മ, അച്ഛൻ വന്നോ? അച്ഛ ഇതൊന്ന് പറഞ്ഞു തന്നെ. അച്ഛ ഇതൊന്ന് പറഞ്ഞു തന്നെ. അച്ഛാ.
നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലേ? നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോന്ന്? ഞാനതൊക്കെ മറന്നു. ഉവ്, എനിക്കറിയാം നിങ്ങൾ പലതും മറക്കും. നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്നെയും മോളെയും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് മറക്കാമല്ലോ. പ്ലീസ്. ഓ, ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങളിപ്പോ ആരെയാ ഓർത്തോണ്ടിരിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഞാനും മോള് നിങ്ങൾക്ക് അധികം പറ്റാം. പ്ലീസ് ലീവ് മീ അലോൺ. വീട്ടിൽ വന്ന് കയറുമ്പോൾ മുതൽ തുടങ്ങും. എനിക്കൊരു അല്പം സ്വൈര്യം തരൂ. ഇപ്പൊ ഞാനായില്ലേ നിങ്ങൾക്ക് സ്വൈര്യക്കേട്? നിങ്ങൾ കണ്ടോളുമാർ അമ്മ വേണ്ട. വീട്ടിൽ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ട. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നാക്കിനെല്ലില്ലെന്ന് കരുതി എന്തും പറയാവുന്നതാണോ? നിന്നെപ്പോലുള്ള ഒരു വ്യക്തിയിലൂടെ ജീവിക്കുന്നതിനും ഭേദം പോയി മരിക്കുന്നത്. തുറക്ക്. ഒരു മോളുണ്ടായിരുന്നതിനെ നീ കൊണ്ടുവന്ന് കൊന്നു. എൻ്റെ മോളുടെ മോളെയെങ്കിലും എനിക്ക് നന്നായി വളർത്തണം. നീ ജീവിക്കോ മരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ.